ഇതരായൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജയുടെയും ഭൂമിയുടെയും കല്യാണം നടക്കണമെന്ന് ഭയങ്കര തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഫംഗ്ഷനായിട്ട് അവൻ പോലും അറിയാതെ ഇനി കല്യാണം കൂടി നടത്തണമെന്ന് ആലോചന വരുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും സത്യനാഥ് വഴി അറിയുന്നുണ്ട് അജയ്. എന്നിട്ട് തീരുമാനിക്കുന്നുണ്ട്, ഏതായാലും ഞാൻ തീരുമാനിച്ച എൻ്റെയും ഭൂമിയുടെയും കല്യാണം അത് തന്നെ നടക്കാൻ ഇനി താമസം ഏറെയില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സത്യനാഥ് പറയുക, എനിക്ക് ഭൂമിയെ തന്നെ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ അഞ്ജനയുടെ ആ ഒരു പോക്കൊന്ന് ശരിയല്ല. ഞാൻ ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ. പക്ഷേ ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ അജയുടെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്തോ അവരുടെ ഒരു നിഗൂഢമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ അവരെ നല്ലതായിട്ട് അറിയണം. നമുക്ക് ഈ വീട്ടിൽ കാണുന്ന ഭവാനി ആൻ്റി അല്ല പുറത്തോട്ട്. എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ കുറേ ഗുണ്ടകളുമായിട്ട് പരിചയമുണ്ട്. അതെന്തിനാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഇവരുടെ കാര്യങ്ങളെല്ലാം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അജയ് സത്യനാഥിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരു മറ പോലെ കൊണ്ടു നടക്കുക ഭവാനിയുടെ സ്വഭാവം. പക്ഷെ ചില അതുപോലെ തന്നെ ഇട്ടത്തരങ്ങൾ മാത്രമായിട്ടുള്ളത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരൊക്കെ പ്രേമിച്ച് നടന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? അതിൽ ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇപ്പോൾ ഒരു ബേക്കിൽ കൂടെ നടക്കുക. ഒരുത്തൻ ആരും അറിയില്ലെന്നാ വിചാരം. ഈ വീട്ടുമുറ്റത്ത് വരുന്നത് ഞാൻ കണ്ടു. അവളെ അത്രയും സ്വാതന്ത്ര്യത്തോടെ ഓരോന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിനക്ക് ഈ കുട്ടി ശരിയാവില്ല അഞ്ജന എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട, അവൾക്കിഷ്ടപ്പെട്ട അവനെ തന്നെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് അറിയാലോ, എന്നാൽ മനസ്സിലാവാത്ത ഒരാളല്ലേ ഉള്ളൂ മുത്തശ്ശി. അത് തെളിവ് സഹിതം നമ്മൾ എത്തിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം. അവളൊരിക്കൽ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പം മുത്തശ്ശി കണ്ടുപിടിച്ചതാ. പക്ഷേ മാപ്പൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് കളഞ്ഞു. അന്ന് ഭൂമി അവൾ അടിച്ച ദിവസം അവൾക്ക് ദേഷ്യം കൊണ്ട് ചെയ്തതാണെന്ന് പറയുന്നത്. ഇതുപോലത്തെ സ്വഭാവം കൊണ്ട് നടക്കുന്ന പെൺപിള്ളേരെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഭവാനിയും അതേപോലെ തന്നെയാണ്. നമുക്കതിലുണ്ട് പറയാൻ ഇതിൽ ഒന്നുമില്ല. പിന്നെ തെളിവ് അത് എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ അജയുടെ അടുത്ത് സത്യനാഥ് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി കല്യാണ ഒരുക്കങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനായിട്ട് എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അങ്ങോട്ടും നോക്കാതെ പോലും അജയ് പോവുക. എന്നിട്ട് നേരെ പോകുന്നത് ഭൂമിയുടെ അടുത്തേക്കാണ്. കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നെന്താ ഇത്തിരി സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് സന്തോഷമുള്ള ദിവസമായിണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഇത്ര സന്തോഷം? എന്നെ മനസ്സിലാക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ സന്തോഷമായിട്ടിരിക്കാൻ കഴിയാത്തത് എന്നൊക്കെ ഭൂമി ചോദിക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നാൽ താങ്ങായിട്ട് നിന്നില്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ അനാവശ്യങ്ങൾ ആര് പറഞ്ഞിരുന്നാലും ചോദിക്കാൻ ഇന്നെനിക്ക് ആളുണ്ടെന്ന ധൈര്യത്തോടെ എനിക്ക് പറയാൻ ഒരാളുണ്ടെന്ന് എനിക്ക് നല്ല അറിയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിൽ പലരും സന്തോഷം. ഇനി എന്താ വേണ്ടത് എന്നൊക്കെ ഭൂമി അജയുടെ അടുത്ത് പറയുന്നുണ്ട്. എപ്പോഴും ഞാനുണ്ടാകും. എനിക്ക് തൻ്റെ അടുത്ത് എന്തോ ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഏത് വണ്ടിയിലായിരുന്നാലും ശരി തന്നെയാണ്. ഞാനങ്ങനെ ഒരു പെൺപിള്ളേർക്കും അറിയാത്തവരെ ഞാൻ എൻ്റെ വണ്ടിയിൽ പോലും കയറ്റില്ല. പക്ഷേ എൻ്റെ നൈന മാത്രമേ എൻ്റെ ലോകമായിരുന്നുള്ളൂ. എന്നാൽ അവളുടെ കാര്യം ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മുത്തശ്ശിയുടെ തീരുമാനങ്ങൾക്ക് അടിമയായി ഞാൻ കഴിഞ്ഞിരിക്കുക. പക്ഷേ ചില തെളിവുകൾ നമ്മുടെ ഫ്രണ്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ ഉറച്ച തീരുമാനം എടുത്ത് അവരെ മനസ്സിലാക്കി ആ വീട്ടിൽ തന്നെ നിർത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
എന്താ എനിക്കിതൊന്നും മനസ്സിലായില്ല പറഞ്ഞത് എന്നൊക്കെ ഭൂമി അജയെടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ അഞ്ജനയുടെ കാര്യമാണ് പറഞ്ഞത്. അഞ്ജനയ്ക്ക് ആരോ ഒരാളായിട്ട് കമ്പനി ഉണ്ടെന്ന് ഞാൻ സത്യനാഥങ്ങൾ പറഞ്ഞ് അറിഞ്ഞായിരുന്നു. പക്ഷെ അത് എന്താണോ എങ്ങനെയാണ് അതൊക്കെ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തെളിവ് കൊടുത്താലേ മുത്തശ്ശി വിശ്വസിക്കുകയുള്ളൂ. എങ്കിലേ ഈ കല്യാണം മുടങ്ങുകയും ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ മുത്തശ്ശി ആ വീട് വിട്ട് ഇറങ്ങാൻ നിന്നതാ. പക്ഷേ ഞാൻ പിടിച്ചു നിർത്തിയതാ. ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് വീണ്ടും മോതിരം മാറിയതുവാ. ഇനിയും എന്തോന്നെങ്കിലും കാരണം വെച്ചാൽ അതൊരു വ്യത്യാസം വന്നെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവണം. അതുകൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരു ഭാഗ്യം തെളിഞ്ഞു വരും. അപ്പോഴത്തേക്കും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യും എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. നിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അജയ് ഭൂമിയുടെ അടുത്ത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം പൊന്ന് തന്നെയാണ്. അതുകൊണ്ടല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സാറിൻ്റെയും എന്നൊക്കെ പറയുന്നുണ്ട് അജയുടെ അടുത്ത്. അങ്ങനെ അജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അറിയാനുള്ള ആൾ തന്നെ ഫ്രണ്ട് വിളിച്ച് പറയുന്നുണ്ട്, അഞ്ജന ഒരു ഹോട്ടൽ മുറിയിലേക്ക് കയറിപ്പോയിരിക്കുക. അവൾ എന്തിനാ അവിടെ വന്നത് ഒന്നും അറിയില്ല. നീ എന്തായാലും അവിടേക്കൊന്ന് പോകണം എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ഭൂമിയുടെ അടുത്ത് പറയുക, ഞാനിപ്പോൾ വരാം, എനിക്കൊരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. ആ സമയത്ത് പോയിട്ട് ഉടനെ തന്നെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഹോട്ടലിൽ അവിടെ ആദ്യമേ റൂം എടുത്ത് ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. ആരാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അജയെ അയാൾ ഫോൺ വിളിച്ച് എല്ലാം പറഞ്ഞത്. വിഷമിച്ച് പതറി നിൽക്കുന്നുണ്ട് അഞ്ജന. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അതാരായിരിക്കും എന്നൊക്കെ അഞ്ജന പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. എന്തായാലും നീ ഇവിടെ മാറി നിൽക്ക്, ഞാൻ കഥ തുറക്കാം, വേറെ ആരും ആയിരിക്കില്ല, ഇവിടുത്തെ സ്റ്റാഫും അല്ല ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കഥ തുറക്കുന്നതും പെട്ടെന്ന് തന്നെ അജയ് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അഞ്ജന. അങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതാരാടി നിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വലിയ ആളായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, നിന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. ഇപ്പോൾ ആരാ ഒരു പയ്യനുമായിട്ട് നീ നിൽക്കുന്നത്? 2-3 പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിലേ എനിക്ക് പറയാനൊരു കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. എന്തായാലും ഇനി എനിക്ക് പറയാം. നീ നേരെ നിൽക്കി, രണ്ടുപേരായിട്ട് ചേർന്ന് ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലവളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ നിന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മാനം കളയുന്ന ഒരു തരത്തിലുള്ള തെറ്റും ഞാൻ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇത് എടുക്കണുള്ളൂ. വേറെ ആരെയും ഞാൻ അറിയിക്കുകയും ചെയ്യുന്നില്ല. നീയും ഇവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ആ പയ്യനെ വിളിച്ചിട്ട് നീ വാ എൻ്റെ ബേക്കിന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ വേണ്ട അജയ്, ഇതാരുടെ പറയരുത്, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും നിന്റെ കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയണ്ട. നീ എന്ത് അഭിനയം കാണിച്ചിട്ടാ ഇതുവരെ എത്തിച്ചത്? മുത്തശ്ശിയെ ഞങ്ങളെയൊക്കെ നീ പറ്റിക്കുകയായിരുന്നില്ലേ? എന്നിട്ട് നീ വേറെ ഒരാളെ കൂടെ കറങ്ങി നടക്കുക. എന്നിട്ട് എന്നെ കിട്ടണമെന്ന് പോലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നുണ്ട് അഞ്ജനെ എന്നൊക്കെ പറയുക. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിടണം. ഞാനാണെങ്കിൽ ആ ഭൂമിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടെ. നിന്നെ ശല്യം ചെയ്യാൻ വേണ്ടി ഞാനും വരുന്നില്ല എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. അഞ്ജനയുടെ അടുത്ത് ഇത് കേട്ടതും ഒന്നും മിണ്ടാനില്ലാതെ നിൽക്കുന്നുണ്ട്. ഉടനെ തന്നെ ഭവാനി എടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, നീ എന്തായി കാണിച്ചത്? എൻ്റെ അടുത്ത് ഒന്നും പോലും പറയാതെ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞ് ആ ഹോട്ടൽ മുറിയിലോട്ട് പോവാൻ? നിനക്ക് വല്ലാത്ത ഒരു ഇത് തന്നെയാ. കല്യാണമൊക്കെ ഇരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെയൊക്കെ കാണിച്ച് ശരിയാണോ? ഏത് ഫ്രണ്ടായിരുന്നാലും നീ ഒറ്റയ്ക്ക് അവിടെ പോകേണ്ടതല്ലായിരുന്നു. നീ ചെയ്ത് തെറ്റ് തന്നെയാ. ഇനി ഈ കാര്യം മാത്രം മതി ഇവിടെ എന്തെങ്കിലും വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടി. അത് അജയ് ഉടനെ തന്നെ അവിടെ എത്തിക്കും അമ്മേ എന്നൊക്കെ അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അജയ്. നീ ബേക്കിന്ന് വരണം കേട്ടോ, അതോ ഞാൻ തന്നെ കൊണ്ടുപോകണോ നിന്നെ? വേണ്ട, ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ അവനും കൂടെ കൊണ്ടുവരണം. ഞാൻ അവനെ കൊണ്ടുവരില്ല, ഞാൻ മാത്രം വരുന്നത്. എങ്കിലേ ഞാൻ കൊണ്ടുവന്നോളാം അവനെ പറഞ്ഞിട്ട് അജയ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നുണ്ട്. മുത്തശ്ശി, ഇതാണ്
അഞ്ജന. കൂടെയുള്ളത് ആരെന്നറിയല്ലോ, അവള് ഫ്രണ്ടാന്നാ പറയുന്നത്. പക്ഷേ അവരെ ഞാനിന്ന് ഹോട്ടൽ മുറിയുന്ന രണ്ടുപേരെ ഞാൻ കൊണ്ടുവരുന്നത് ഇവക്ക് അവൻ്റെ റൂമിൽ എന്താ കാര്യമെന്ന് മുത്തശ്ശീനെ ചോദിക്കണം. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട് മുത്തശ്ശി. എന്നിട്ട് പറയുക, നീ എന്തിനാ അവനെ വിളിച്ചത് നിന്റെ റൂമിലേക്ക്? അതെ, എന്നെ കാണുമെന്ന് പറഞ്ഞു. നിന്നെ കാണുമെന്ന് പറഞ്ഞ് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നിട്ട് അവിടെയാണോ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മുത്തശ്ശി, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു തെറ്റിദ്ധാരണയല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വെച്ച് തന്നെ ആവണം എന്നും പറഞ്ഞ് പല സത്യങ്ങളും ചിലപ്പോൾ പുറത്തു വരും. ഇതിൽ ഒന്നാണ് നിന്റെ കാര്യവും. ഞാൻ എത്ര പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടും കേട്ടില്ല. എന്നാൽ ഇതിന് നടക്കാൻ പാടില്ലാത്തത് തന്നെയാ നീ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമായിരുന്നു. അതിന് ഇനി എന്താ, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവൻ തന്നെ പറയട്ടെ നിനക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ. ഇനി ഇതിലെനിക്ക് പറയാനൊന്നുമില്ല അഞ്ജന. നീ പല തെറ്റുകളും എൻ്റെ മുമ്പിൽ ചെയ്തിട്ട് ഞാനത് കണ്ണടച്ച് കളഞ്ഞു എന്ന് വിചാരിക്കല്ലേ. നിന്റെ സ്വഭാവത്തിനും വാശിക്കും വിട്ടത് തന്നെ അച്ഛനില്ലാത്ത മകളാണെന്ന് അറിഞ്ഞു തന്നെ. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജന പറയുക, ഞാൻ പറഞ്ഞത് കേൾക്കാതെ തന്നെയാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ കൂട്ടുകാരനാ, അതെയും വിശ്വസിക്കും മുത്തശ്ശി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എനിക്കിനി ഇതിൽ ഒന്നും പറയാനില്ല. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? അവിടെ രേഖകളിൽ വരെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അഞ്ജനടുത്ത്. എന്നാൽ ഇതൊന്നും ഒരക്ഷരം മിണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നുണ്ട് അഞ്ജന. അപ്പോൾ പറയുന്നുണ്ട്, കള്ളത്തനം കാണിക്കുന്നവരാ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പറ ഭവാനി, നിന്റെ മകളുടെ കാര്യം എന്താ തീരുമാനിക്കുക? അജയ്ക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്നതിന് കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇവളീ തെറ്റൊക്കെ ചെയ്തുകൊണ്ട് നടന്നിട്ട് എൻ്റെ മകനെ ചതിക്കുകയല്ലേ ചെയ്യുന്നത്? അതൊന്നും ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. ഇപ്പോൾ തെളിവ് സഹിതം കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെ എനിക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു തീരുമാനക്കേടുമല്ല, ഈ കല്യാണം നടക്കില്ല. അതുതന്നെയാണ് ഇതിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ ഇനി കണ്ടുപിടിക്കേണ്ട. രണ്ടുപേരും കൂടെ ഇഷ്ടം ഉണ്ടായിട്ടാണോ അവൻ്റെ അടുത്ത് കാര്യമുള്ളത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കാനും പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഈ തെളിവ് സഹിതം അവൻ കൊണ്ടുവന്നെങ്കിൽ അവനാണെങ്കിൽ എന്തുമാത്രം വിഷമം തോന്നിക്കാണും എന്നൊക്കെ പറയുക. ഞാനിനി അവനെ നിർബന്ധിക്കില്ല. വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നീ പ്രേമിച്ച് നടക്കുന്ന അവനെ തന്നെ നീ കെട്ടിക്കോ, അതിനും എനിക്ക് സമ്മതം തന്നെയാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജനയുടെ അടുത്ത്. അജയ് മുത്തശ്ശിയുടെ അടുത്ത് സന്തോഷത്തോടെ നിന്ന് പറയുക, മോനെ പറ്റിയ പെണ്ണ് അഞ്ജന തന്നെയാ. പറ്റിയ പെണ്ണ് അവള് തന്നെയാ, നമ്മുടെ ഭൂമി അവള് തന്നെയാ നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വരുന്നത് തന്നെയാണ് നല്ലത്. ഈ സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണിനെ നമുക്ക് വേണ്ട, അത് നിനക്ക് ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്തുമാത്രം പൊന്നു പോലെയാണ് അവർ രണ്ടുപേരെയും ഞാൻ നോക്കിയത്. പക്ഷേ നമ്മളെ ചതിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം. അതുകൊണ്ട് തന്നെയാണ് ഞാനെടുത്ത തീരുമാനം. അജയ്ക്ക് പറ്റിയ പെണ്ണ് ഭൂമി തന്നെയാ ഈ സൗഭാഗ്യപുരം വീട്ടിലെ മരുമകളായിട്ട് കാലുകുത്താൻ പോകുന്നത് എന്നൊക്കെ മുത്തശ്ശി അജയുടെ പറയുന്നത് കേട്ട് അജയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ അടുത്ത് ഈ കാര്യം അജയ് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നിമിഷവും നമ്മളെ കല്യാണം അത് ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കാം. അതുകൊണ്ട് സ്വപ്നം കണ്ട് തുടങ്ങിക്കോ നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക് എന്ന് അജയ് ഭൂമിയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.